മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് പേരാമ്പ്ര പന്തിരിക്കരയിൽ പാർട്ടി വിട്ട് മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി LDF ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയ വികസന പദ്ധതികൾ നടപ്പിലാക്കാത്തതിനെ തുടർന്നാണ് CPM വിട്ടതെന്ന് കെ സജിത്ത് വ്യക്തമാക്കുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്ന സജിത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ RPI സ്ഥാനാർത്ഥികളില്ലാത്ത പഞ്ചായത്തുകളിൽ NDAക്കൊപ്പം പ്രവർത്തിക്കുമെന്നും അറിയിച്ചു. വിവരങ്ങളുമായി അനഘ ഹർഷൻ വീണ്ടും ചേരുകയാണ്. അനഘ, പറയൂ. കോഴിക്കോട് പേരാമ്പ്ര പന്തിരിക്കരയിലാണ് മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐയിലുമൊക്കെ നേതൃസ്ഥാനം തന്നെ വഹിച്ചിരുന്ന ഈ കെ സജിത്ത് പാർട്ടി വിട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രദേശത്തൊക്കെ തന്നെ, അതായത് പന്തിരിക്കര പ്രദേശത്ത് ഈ CPM അതായത് LDF ജനങ്ങൾക്ക് മുന്നിൽ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും തന്നെ ഈ സർക്കാർ പാലിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ തനിക്ക് പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ് താൻ പാർട്ടി വിടുന്നത് എന്നാണ്. അല്ലാതെ മറ്റ് തനിക്ക് തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതോ മറ്റ് അധികാര മോഹങ്ങൾ ഉള്ളത് കൊണ്ടൊന്നുമല്ല. ഇത്തരത്തിലൊരു നടപടി പാർട്ടി CPM ഭാഗത്തു നിന്ന് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് താൻ പാർട്ടി വിടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ പേരാമ്പ്ര പന്തിരിക്കരയിൽ മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-ൽ നിന്ന് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ RPI എന്ന പറയുന്ന പാർട്ടിയിലാണ് അദ്ദേഹം ചേർന്നിരിക്കുന്നത്. ഈ RPIക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത സ്ഥലത്ത് NDA പിന്തുണച്ച് പ്രവർത്തിക്കും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. RPI BJPയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒരാളാണ്. രാംദാസ് സത്തേവാലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി കൂടിയാണ് RPI, റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ. എന്തായാലും ഇന്ത്യയുടെ ശക്തമായ ഘടകകക്ഷികളിൽ വളരെ നിർണായകമായ സ്വാധീനം മഹാരാഷ്ട്രയിലടക്കം NDAക്ക് കരുത്തു നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി കൂടിയാണ് RPI എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.